തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഒരു മുഴം നീട്ടിയെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രമുഖൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് മുൻ MLA യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന KS ശബരിനാഥനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. മേയർ സ്ഥാനാർത്ഥിയാണോ? കോൺഗ്രസ് ഇത്തവണ ഒന്നാം സ്ഥാനത്തെത്തും. UDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. അതിൽ ഒരു UDFൻ്റെ മേയർ ഉണ്ടാകും. നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പറയാറുണ്ടോ? ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിക്ഷേപമുള്ള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ ഇന്ന ചേട്ടന പ്രസിഡന്റ് എന്ന് കോൺഗ്രസോ UDF പറയാറുണ്ട്. ഇവിടെ UDF വിജയിച്ച് കോൺഗ്രസിൻ്റെ നല്ല ഒരാൾ കോൺഗ്രസിൻ്റെ മേയറാകും. നമ്മുടെ ലക്ഷ്യം UDFനെ വിജയിപ്പിക്കുക, തിരുവനന്തപുരത്തെ ഒന്നാമതെത്തിക്കുക എന്നുള്ളതാണ്. ഇത്തവണ കോൺഗ്രസിന് മുന്നിലുള്ള അല്ലെങ്കിൽ UDFന് മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തുമല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇത്തവണ പൂർണ്ണമായിട്ട് ലക്ഷ്യം? അതെ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇത്രയും പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കൾ നയിക്കുന്ന BJPയിലും CPM-ഉം സംഘടനാ ബലമുണ്ടെന്ന് അവകാശപ്പെടുന്ന CPM BJPയും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ 48 സ്ഥാനാർത്ഥികളെ, അതിൽ ഈ നഗരത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള ആശാസമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർ മുതൽ ഏറ്റവും പരിണിതപ്രജ്ഞരായിട്ടുള്ള ജോൺസൺ ജോസഫ്, പേട്ട അനിൽചേട്ടൻ അടക്കമുള്ള മുൻ കൗൺസിലർമാർ ഉൾപ്പെടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന, ലോ അക്കാഡമിയിൽ പഠിക്കുന്ന, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ വരെ സ്ഥാനാർത്ഥികളാവുകയാണ്. അത് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിച്ഛേദമാണ്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ബലത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കളത്തിലിറങ്ങുന്നത്. 48 കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിച്ചത് ട്രെയിലർ മാത്രമാണ്. ട്രെയിലർ വന്നപ്പോഴേ ഇത്രയും ആവേശം കേരളത്തിലും നഗരത്തിലും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ന് തുടങ്ങുന്ന ശ്രീ K മുരളീധരൻ്റെ യാത്ര കൂടെയൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കും കോൺഗ്രസ് വിജയത്തിലേക്ക് തന്നെ എത്തും. UDF ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനെ നേരിടുക തന്നെ ചെയ്യും. ഈ ട്രെയിലർ എന്ന് പറയുമ്പോൾ, ഈ ട്രെയിലർ പുറത്തു വിടുമ്പോൾ തന്നെ ഒരു ആശങ്ക എതിർപ്പാളയത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ വരുന്നു, BJPയുമായി ധാരണയുണ്ടെന്ന് ഒരു മന്ത്രി തന്നെ പറയുന്നു. അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് തോന്നുന്നു. അല്ല, അത് ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർക്ക് തെറ്റുപറ്റിയതാണ്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു കോൺഗ്രസും BJP തമ്മിൽ ധാരണ ഉള്ളതുകൊണ്ടാണ് നേരത്തെ സ്ഥാനാർത്ഥി ഇറക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മുൻവിധിയാണ്. കാരണം അദ്ദേഹവും BJP തമ്മിൽ ധാരണ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം PM ശ്രീയിൽ ഒപ്പിടിപ്പിച്ചത്. അദ്ദേഹം എന്ന വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുമ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് BJPയുടെ നയങ്ങൾ, RSS നയങ്ങൾ കടത്തിവിടുമ്പോൾ അത് തെറ്റാണെന്ന് ഇന്നലെ AKG സെൻറ്ററിലിരുന്ന് ശ്രീ MV ഗോവിന്ദൻ പറയുകയാണ്. അപ്പോൾ ഈ ശ്രീ MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി കുറ്റം പറഞ്ഞ ആരെയാ? ശ്രീ ശിവൻകുട്ടിയെയാ. ശ്രീ ശിവൻകുട്ടി നിയമത്തായതുകൊണ്ട് ശിവൻകുട്ടി സാറിന് BJPക്കാരെയൊക്കെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് വെച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് തെറ്റുപറ്റിപ്പോയതാണ്. ഇവിടെ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത് CPM BJPയാണ്. കോൺഗ്രസും UDFും വിജയിക്കുവാനുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസന അജണ്ട പറഞ്ഞുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്, ധാരാളം അവസരങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളത്തെ ഒരു നഗരമായി, ഒരു സുസ്ഥിര നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയും. ആ വിശ്വാസം നമുക്കുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളായി നമ്മൾ മുന്നിൽ വരികയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, കോർപ്പറേഷൻ ഭരണത്തെ? അത് തിരുവനന്തപുരം നഗരത്തിലെ ജീവിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നതാണ്. നിങ്ങൾ പാർട്ടിക്കാരോട് ജനങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സാധാരണ CPMകാരോട് സംസാരിക്കുക. ആ കോർപ്പറേഷൻ ഭരണം തികഞ്ഞ പരാജയമാണെന്ന് CPM തന്നെ സമ്മതിക്കുകയാണ്. ഇവിടെ കുത്തി റോഡുകളുടെ കൊട്ടിഘോഷിച്ച് പറഞ്ഞു. ഈ സ്മാർട്ട് റോഡെന്ന് പറഞ്ഞ് ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ മുന്നിലത്തെ റോഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് ഈ റോഡൊന്നും ഇനി കുഴിക്കേണ്ട ആവശ്യമില്ല, 1500 കോടി രൂപ ചിലവാക്കി 15 റോഡിൽ ഡക്റ്റുണ്ട്, ഇനി കുഴിക്കാതെ. അവിടെയാണ് 10ാം ദിവസം നല്ല 1.5 കുഴി കുഴിച്ച് ഇപ്പോൾ റോഡ് ശരിയാക്കിയത്. അപ്പം തിരുവനന്തപുരം നഗരത്തിൽ ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല, ഒരു നഗരത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം, ജനങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് നിർഭാഗ്യവശാൽ CPMനില്ല. ആ കാഴ്ചപ്പാട് ഞാനീ പറഞ്ഞ പോലെ ആശാ വർക്കർ മുതൽ ടെക്കി വരെ ഉള്ളപ്പോൾ ആ കാഴ്ചപ്പാട് മുന്നോട്ട് കാണിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനുമാണ്. ആ കാഴ്ചപ്പാട് കാണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നാളെയുടെ ഒരു തിരുവനന്തപുരം, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന തിരുവനന്തപുരം നമ്മൾ നടപ്പിലാക്കും. ഒരൊറ്റ ചോദ്യം, ഈ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ ചോദിക്കാൻ വരുന്നൊരു ചോദ്യമാണ്. സാധാരണ ഇങ്ങനൊരു സ്ഥാനാർത്ഥി പട്ടിക കാണാറില്ല പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കാരണം മുൻ MLA ആയിട്ടിരുന്ന ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ യുവജന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലിരുന്ന ഒരാൾ. അപ്പോൾ ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി മത്സരിച്ച് അവർ പാർട്ടി പറയുന്ന എല്ലാ ചുമതലകളിലും അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണോ? ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദേശം നൽകാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ആത്യന്തികമായി ഞാൻ ഈ തിരഞ്ഞെടുക്കാൻ 2 കാരണമാണ്. ഒന്ന്, ഞാൻ ആത്യന്തികമായി ഒരു പാർട്ടിക്കാരനാണ്. പാർട്ടി ശീലങ്ങളിൽ വളർന്നു വന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. രണ്ടാമത്, എനിക്ക് ഈ നഗരത്തോടുള്ള അല്ലെങ്കിൽ ജില്ലയോടുള്ള വലിയൊരു സ്നേഹമുണ്ട്. ഞാൻ പണ്ട് ബൈ ഇലക്ഷൻ മത്സരിക്കാമെന്ന കാരണം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞില്ലേ, എല്ലാവർക്കുമുള്ള സ്ഥലം ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഞാൻ പലപ്പോഴും ഈ വാർത്തയെ കാണുമ്പോൾ ആലോചിക്കും, എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു മരം കയറി മുകളിലോട്ട് പോകുമ്പം നമ്മളെപ്പോഴും മുകളിലോട്ട് നോക്കില്ല, നമ്മൾ താഴോട്ടും നോക്കി നമ്മുടെ കൂടെയുള്ള ആളുകൾ എവിടെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ അതിനെ വളരെ
എന്താ പറയുക, ഇച്ചിരി ഇമോഷണലായിട്ടാണ് കാണുന്നത്. എല്ലാ പൊസിഷനും അതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. പാർട്ടിയും നാടുമാണ് വലുത്. പാർട്ടിക്ക് വേണ്ടിയും തിരുവനന്തപുരം എന്നുള്ള നാടിന് വേണ്ടിയും കൂടിയാണ് ഞാൻ 25 നമ്പർ വാർഡിൽ മത്സരിക്കുന്നത്. അതുപോലെ താല്പര്യമുള്ള കൂടുതൽ ആളുകൾ വന്ന് മത്സരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് കെ എസ് ശബരിനാഥൻ അടക്കമുള്ള പാനൽ കോൺഗ്രസിന് വേണ്ടി ഇത്തവണ കോർപ്പറേഷനിൽ ജനവിധി തേടി ഇറങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.